അപ്പൊ ബി ഹൗസിൽ ഒരു കോർട്ട് റൂം ഉണ്ടായി. ആ കോർട്ട് റൂമിന്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് ഇന്നലെ ജാസ്മിൻ നമ്മളെ ജിൻഡോക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാല് വാരി നിലത്തടിക്കും എന്ന് ജിൻഡോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതിനെതിരെ ജാസ്മിൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതിനെ കുറിച്ചിട്ട് ഇന്ന് പവർ ടീം ഡിസ്കസ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേട്ടോ. ജനാധിപത്യപരമായിട്ടായിരുന്നു കേട്ടോ തീരുമാനം എടുത്തിരുന്നത്. അതായത് ശരണ്യ അവിടെ മോഡറേറ്റർ ആയിട്ട് നിന്നു. എന്നിട്ട് രണ്ടുപേർക്കും ജാസ്മിന്റെ ഭാഗം സംസാരിക്കാനുള്ള സമയം കൊടുത്തു, ജിൻഡോന്റെ ഭാഗം സംസാരിക്കാൻ സമയം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരോടായിട്ട് അഭിപ്രായം ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ജിൻഡോ കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞു. അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, ഒരു വോട്ട് എക്സ്ട്രാ കിട്ടിയത് ജിൻഡോക്കാണ്. അങ്ങനെ ജിൻഡോയ്ക്ക് ഒരു താക്കീത് കൊടുക്കുക ചെയ്തുള്ളൂ. അങ്ങനെ ജിൻഡോ കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞു. ജിൻഡോ തലേ ദിവസം തന്നെ അതിന്റെ പ്രശ്നം എല്ലാവർക്കും അറിഞ്ഞതാ, നമ്മൾ കണ്ടതാണ് അതിന്റെ പ്രോബ്ലം. എന്താ വെച്ചാൽ കോർട്ട് റൂമിൽ, ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ, കോർട്ട് റൂം ഇന്നലെ ഒരു മീറ്റിംഗ് കൂടിയപ്പം ജാസ്മിൻ പറഞ്ഞു ക്യാപ്റ്റന് എന്തെങ്കിലും തെറ്റ് ചെയ്ത് അതിന് ആക്ഷൻ നിങ്ങൾ എടുക്കുമോ ചോദിച്ചു. അത് ജിൻഡോയ്ക്ക് അപ്പം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ജിൻഡോ എണീറ്റ് നിന്ന് പറഞ്ഞു, ഇന്നലെ നീ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ മറുപടി പറയാഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ റസ്മിൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മാനസികമായിട്ട് തകർന്നിരിക്കുക, അതുകൊണ്ട് 2 ദിവസം അവളെ വെറുതെ വിടണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റസ്മിൻ. അതുകൊണ്ടാണ് നിന്നോട് അപ്പം നീ ആ ടോണിൽ എന്നോട് അതെടുത്ത് വെക്കുക ഇതെടുത്ത് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാണ്ടിരുന്നത്. അല്ലെങ്കിൽ നിന്റെ കാല് വാരി ഞാൻ നിലത്തടിച്ചേനെ എന്നാണ് ജിൻഡോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതിനെതിരെയാണ് കേസ് കൊടുത്തതും. അതാണ് ഇപ്പൊ ഇന്ന് ഒത്തുതീർപ്പായതും. ഇതിലൊക്കെ വലിയ കോമഡി എന്താണെന്നറിയോ, ഈ കോർട്ട് റൂമിൽ നമ്മളെ നോറ ഇരുന്നില്ല കേട്ടോ. നോറ അവിടെ റൂമിൽ പോയി കിടന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ആവലാധികാരിന്റെ പോലെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് ഇതായി പറയുന്നുണ്ട്, ഒരു പുള്ളിക്കാരൻ എന്ന് വിളിച്ചത് പ്രശ്നം, ഇവിടെ കാല് നിലത്ത് വാരി അടിക്കുന്നു പറഞ്ഞത് പ്രശ്നം, എന്റെ പ്രശ്നങ്ങൾ മാത്രം, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ള നോറ പറഞ്ഞ് നോറ അവിടെ സങ്കടപ്പെട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഇവിടെ ഇവര് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടി ഉരച്ച് നോറ ഉണർന്നു. അപ്പൊ എന്നിട്ട് പിന്നെ എല്ലാവരും നോറേനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രേ ഉണ്ടായുള്ളൂ. അപ്പൊ ആ കേസ് എന്തായാലും ഒത്തുതീർപ്പായി. ജിൻഡോ കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞു. ജിൻഡോയ്ക്ക് ഒരു താക്കീത് കൊടുത്തു അവര്, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് പറഞ്ഞിട്ട്. പക്ഷെ അതിനുശേഷം ഇപ്പൊ അവിടെ ജാസ്മിനൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട്. എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ല, എന്നോട് ഇത്രയും സംസാരിക്കാൻ പറ്റിയുള്ളൂ, എന്തൊരു കഷ്ടാന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഗബ്രിയൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഇന്നുണ്ടായത്. ഇനി അടുത്ത നല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റുമായിട്ട് വരാം.